ചിലരുടെയൊക്കെ കയ്യിൽ ഭൂമി ഉണ്ടാവും, ഭൂമിയുടെ കൈവശാവകാശവും എല്ലാം ഉണ്ടാവും. പക്ഷേ അവർക്ക് ഉടമസ്ഥത തെളിയിക്കുന്ന രേഖകളുണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് കരമടയ്ക്കാൻ പറ്റുമോ എന്ന് അന്വേഷിക്കുന്നവരുണ്ട്. യഥാർത്ഥത്തിൽ ഭൂമിയുടെ കരമടയ്ക്കേണ്ടത് ഭൂമിയുടെ ലാൻഡ് ഹോൾഡറുടെ ഒരു ചുമതലയാണ്. അത് എല്ലാ വർഷവും ഒക്ടോബർ 15 മുമ്പ് അടയ്ക്കണം എന്നാണ്. അപ്പം അങ്ങനെ ഒരു കണക്കിൽ പറയുമ്പോൾ ഭൂമിയുടെ ആധാരമില്ലാത്ത ഒരാൾക്ക് എങ്ങനെ കരമടയ്ക്കാൻ പറ്റും എന്നത് പലപ്പോഴും സംശയത്തിനിട നൽകുന്ന ഒരു ചോദ്യം തന്നെയാണ്. ട്രാൻസ്ഫർ ഓഫ് രജിസ്ട്രി റൂൾസ്, ആ റൂൾസിലെ റൂൾ 28 പ്രകാരം 12 വർഷത്തോളം തുടർച്ചയായി അൺഇൻറ്ററപ്റ്റഡ് പൊസഷൻ ഉള്ളൊരു ഭൂമി, ഇപ്പോൾ ഞാനൊരു ഭൂമിയുടെ തുടർച്ചയായി 12 വർഷം അത് ആരും തടസ്സപ്പെടാതെ ഡിസ്പ്യൂട്ടില്ലാത്ത അൺഇൻറ്ററപ്റ്റഡായി കൈവശം വെച്ചിരിക്കുകയാണെങ്കിൽ എനിക്ക് ആ ഭൂമിയിൽ കരമടയ്ക്കാൻ അപേക്ഷിക്കാം. അത് ഭൂനികുതി സ്വീകരിക്കണം, പോക്കുവരവ് ചെയ്യുകയും വേണം. അതിന് ട്രാൻസ്ഫർ ഓഫ് രജിസ്ട്രി റൂൾസിൻ്റെ തന്നെ ചട്ടം 10(3) പ്രകാരമുള്ള നോട്ടീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നടത്തി അത് നിയമപ്രകാരം മെറിറ്റിൽ ആരെങ്കിലും എതിർപ്പുള്ളവരുണ്ടെങ്കിൽ അവരെയും കൂടി കേട്ടതിന് ശേഷം വേണം തീരുമാനമെടുക്കാനെന്ന് മാത്രം. അപ്പോൾ അതുകൊണ്ട് ആധാരമില്ല എന്നതിൻ്റെ പേരിൽ മാത്രം കരമടയ്ക്കുന്നത് ഒഴിവാക്കാനാവില്ല, പോക്കുവരവ് പിടിക്കുന്നതും തണ്ടപ്പേർ പിടിക്കുന്നതും ഒഴിവാക്കാനാവില്ല. ട്രാൻസ്ഫർ ഓഫ് രജിസ്ട്രി റൂൾസിൻ്റെ റൂൾ 28 റൂൾ 28 ഈ കാര്യം പറയുന്നത്.